Opening hours with MyFin. മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്നും അറിയേണ്ടതുണ്ട്. സോ ടെക്നിക്കൽ വ്യൂ ആയിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഞങ്ങളുടെ ഇൻഹൗസ് എക്സ്പേർട്ടായിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. പൊതുവേ ഒരു ഹൈ ലെവൽസിൽ ഒരു നേരിയ തോതിലൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. 25,347.95 എന്നൊരു ലെവലിലേക്ക് വരെ ഉയർന്നിരുന്നു എങ്കിൽ പോലും ഹൈ ലെവൽസിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. പക്ഷേ വളരെ മാസീവായിട്ടുള്ളൊരു സെല്ലിംഗ് കാണുന്നില്ല, ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് നിലനിൽക്കുന്നത്. സോ നിഫ്റ്റി 50 ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർ ടോൺ ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ നമുക്കൊരു നേരിയ റിക്കവറി ഒക്കെ കാണാൻ സാധിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ഇറ്റ് വാസ് എ ഷോർട്ട് കവറിങ്. നിഫ്റ്റി 50യുടെ കേസിൽ 25,500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ള പോസിബിലിറ്റി അറ്റ് ദ മൊമെന്റ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അറ്റ് ദ സെയിം ടൈം ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 27,100. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ വീണ്ടും നമ്മൾ സെല്ലിംഗ് പ്രഷറിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ സർ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 110 പോയിന്റ്സിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ തരത്തിൽ ഒരു ഫ്ലാറ്റിഷ് ആയ ഒരു ടോണിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 58,800 ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ വീണ്ടും നമ്മൾ സെല്ലിംഗ് പ്രഷറിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അടുത്തായിട്ട് മെറ്റലിനെ സംബന്ധിച്ചിടത്തോളമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇന്നിപ്പോഴത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ സെക്ടറൽ സൂചികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും മികച്ച പെർഫോമൻസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മെറ്റൽ സൂചികയാണ്. ഏകദേശം 1.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ മെറ്റലിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഓഹരികളും, ഹിന്ദുസ്ഥാൻ സിങ്ക് അടക്കമുള്ള ഓഹരികളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റും രേഖപ്പെടുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ മുകളിലിരുന്നു. ഇൻഫാക്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ കറന്റ് ലെവൽസിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 200 to 300 പോയിന്റ്സിന്റെ നേട്ടം നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ഏഷ്യൻ പെയിൻസിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ചിട്ട് ഇന്ന് ഓൾമോസ്റ്റ് ഒരു 1.5%-അടുത്തൊരു നേട്ടത്തിലാണ് ഏഷ്യൻ പെയിൻസ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു മ്യൂട്ടഡ് നിഫ്റ്റി ഒരു മ്യൂട്ടഡ് പെർഫോമൻസ് നടക്കുമ്പോൾ പോലും കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും ഏകദേശം 1.5%-അടുത്തൊരു നേട്ടം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് വീണ്ടും ഇന്നൊരു കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഏഷ്യൻ പെയിൻസ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ട്രെൻഡ് അനാലിസിസ് എങ്ങനെയാണ്? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. ഇന്നലെയും ഇന്നും ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 2,800 രൂപ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. സോ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. അടുത്തായിട്ട് റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനായിട്ടുള്ളത്. റിയൽറ്റി മേഖല പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു കനത്ത ഇടിവ് തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും ഏകദേശം 1% മുകളിലുള്ളൊരു ഇടിവ് നിഫ്റ്റി റിയൽറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. ഓഹരികളുടെ ഭാഗത്ത് നിന്ന് പരിശോധിക്കുകയാണെങ്കിലും പ്രധാനപ്പെട്ട ഓഹരികളൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു ഇടിവുമാണ് രേഖപ്പെടുത്തുന്നത്. നിലവിൽ ഇപ്പോൾ നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയായിരിക്കും? നിഫ്റ്റി റിയൽറ്റി ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. ദ ഓൺലി സേവിംഗ് ഗ്രേസ് എന്ന് പറയാവുന്നത് കറന്റ് ലെവൽസ് ദാറ്റ് ഈസ് ബിറ്റ്വീൻ 760 to 770 ഒരു വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. നിഫ്റ്റി റിയൽറ്റി ഇൻഡെക്സിന്റെ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും ഒരു അല്പം ഓവർ സോൾഡ് റീഡിംഗ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും സെഷൻസിൽ നമുക്ക് ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ ഹൈ പോസിബിലിറ്റി ഉണ്ട്. സോ കറന്റ് ലെവൽസിൽ പുതിയ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ബട്ട് റിക്കവറി ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം.
അതിനോടൊപ്പം തന്നെ കല്യാൺ ജുവലേഴ്സിലേക്കാണ് വരുന്നത്. കല്യാൺ ജുവലേഴ്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞൊരു ഒരു വർഷത്തിലേറെയായിട്ട് പരിശോധിക്കുമ്പോഴേക്കും വലിയ തോതിലൊരു സെൽ ഓഫ് നേരിട്ടിരിക്കുന്ന ഒരു ഓഹരിയാണ്. പ്രത്യേകിച്ചും ഗോൾഡിൻ്റെ വില ഇങ്ങനെ കുത്തനെ ഉയരുമ്പോഴേക്കും അവരുടെ മാർജിനടക്കം അത് അവരുടെ സെയിൽസിനടക്കം അതൊരു ബാധിച്ചേക്കാം എന്നൊരു അനുമാനം പല അനലിസ്റ്റുകളും ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഓൾമോസ്റ്റ് 50% മുകളിലുള്ളൊരു ഇടിവിലേക്കാണ് കല്യാൺ ജുവലേഴ്സ് ഓഹരികൾ നീങ്ങിയിരിക്കുന്നത്. സോ കല്യാൺ ജുവലേഴ്സിൻ്റെ ഒരു ഭാവി താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, കല്യാൺ ജുവലേഴ്സ് നമ്മൾ സെപ്റ്റംബർ മാസം മുതലുള്ള ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും സെപ്റ്റംബർ ടിൽ ജനുവരി ഫസ്റ്റ് വീക്ക് വരെ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ജനുവരി 7 ശേഷം കണ്ടിന്യൂസ്ലി കല്യാൺ ജുവലേഴ്സിന്റെ കേസിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വീണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കറന്റ് ലെവൽസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിൽ എടുത്തു പറയാനുള്ള കല്യാൺ ജുവലേഴ്സ് ഒക്കെ പോലെയുള്ള സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിലൊക്കെ തൽക്കാലം നമ്മൾ പൊസിഷൻസ് എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കാം. കാര്യം നിഫ്റ്റി 50യുടെ അണ്ടർ ടോൺ തന്നെ ബെയറിഷായി മാറിയിരിക്കുന്ന സമയത്ത് ഇത്തരം സ്റ്റോക്സിലായിരിക്കും ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് വാരി എനർജീസിനെ സംബന്ധിച്ചിടത്തോളമാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ്. 2026 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ എബിറ്റ ഏകദേശം 5500 കോടി രൂപ മുതൽ 6000 കോടി രൂപ വരെ എത്തുമെന്നും മാർജിൻസ് പരിശോധിക്കുകയാണെങ്കിലും വളരെ സ്റ്റേബിളായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് നിലവിലിപ്പോൾ മാനേജ്മെൻറ്റ് ഒരു ഗൈഡൻസ് ആയിട്ട് പങ്കുവച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ വാരി എനർജീസ് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ടെക്നിക്കൽ ലെവലുകൾ ഏതാണ്? നമ്മൾ വാരി എനർജി നോക്കുമ്പോഴേക്കും സെപ്റ്റംബർ മാസത്തിന് ശേഷം കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. ആൻഡ് അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുമുണ്ട്. നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി അറ്റ് ദ മൊമെന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് 3170 രൂപ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്തായിട്ട് DLFിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. DLFിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം അവരുടെ ക്വാർട്ടർലി നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല പാരാമീറ്റേഴ്സിലും മികച്ച ഒരു നമ്പർ പബ്ലിഷ് ചെയ്യാനായിട്ട് കമ്പനിക്ക് കഴിഞ്ഞതായിട്ടാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ചും അവരുടെ ഡെറ്റിനെ അവർക്കൊരു കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു പോസിറ്റീവ് ഫാക്ടറായിട്ട് ഈ റിസൾട്ടിൽ നിന്ന് പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ ഇന്നും ആ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 0.5% മുകളിലുള്ള ഒരു ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. സോ DLF ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, നമ്മളിപ്പോൾ റിയാലിറ്റി ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ റിയാലിറ്റി മേഖലയിൽ ഏത് മേജർ സ്റ്റോക്ക് എടുത്താലും ഗോദ്രേജ് പ്രോപ്പർട്ടി, ഓബ്റോയ് റിയാലിറ്റി, ശോഭ ഡെവലപ്പേഴ്സ്, ഓൾമോസ്റ്റ് ഏത് റിയാലിറ്റി മേജർ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് വളരെ ഹെവി സെല്ലിംഗ് ഈ സെക്ടർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് DLFിന്റെ കേസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. തൽക്കാലം ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. അടുത്തായിട്ട് മാൽക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനായിട്ടുള്ളത്. കമ്പനിയുടെ ഒരു എബിറ്റ മാർജിൻ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ മാനേജ്മെൻറ്റ് ഗൈഡൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത് 13% മുതൽ 15%. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 9% വരെയുള്ളൊരു വർധനവ് രേഖപ്പെടുത്തുമെന്നും കമ്പനിയുടെ റവന്യൂയിലേക്ക് വരികയാണെങ്കിലും ഏകദേശം ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് നിലവിലിപ്പോൾ മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിലവിലിപ്പോൾ മാൽക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഈ കമ്പനിയുടെ സ്പെല്ലിംഗ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? MALLCOM ഇന്ത്യ. സോ മാൽക്കം ഇന്ത്യ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്തുന്ന കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും സെപ്റ്റംബർ മാസത്തിന് ശേഷം വളരെ ഹെവി സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1038 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. IT ഇൻഡെക്സിലേക്ക് വരികയാണ് സർ. IT ഇൻഡെക്സിലെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. പക്ഷേ തുടക്കത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രഷറായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. സോ IT ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്?
IT ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ഷോർട്ട് ടേം സൈഡ് വേസ് മാറിയിട്ടുണ്ട്. നമ്മൾ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 37,200 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിക്കേണ്ട. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അറ്റ് ദ സെയിം ടൈം ഷോർട്ട് ടേമിൽ നമുക്ക് വീണ്ടും ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 38,800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനായിട്ടുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഏകദേശം 9.8% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുകയാണെങ്കിൽ 3.2%, നെറ്റ് NPA പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.75% വർധനമുണ്ടായിട്ടുണ്ടായിരുന്നു. ഗ്രോസ് NPAയിലും 0.5% മുകളിലുള്ളൊരു നേട്ടവും കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലിപ്പോൾ സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയായിരിക്കും? സൂര്യോദയ സ്മോൾ ഫൈനാൻസ് ബാങ്ക് വീണ്ടും ഒരു സ്മോൾ ക്യാപ്പ് ബാങ്ക് ആണെന്നുള്ളൊരു കാര്യം മറക്കരുത്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മാർക്കറ്റിന്റെ ഈ ഒരു ഫേസിൽ നമ്മൾ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്പേസിൽ പൊസിഷൻ എടുക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം മാർക്കറ്റിൽ വീണ്ടും കനത്ത സെല്ലിംഗ് നേരിട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഒക്കെ ലിക്വിഡിറ്റി ഇല്ലാതെയാകാൻ വളരെ ഹൈ ചാൻസസ് ഉണ്ട്. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 152, മേജർ സപ്പോർട്ട് 127. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. അടുത്തായിട്ട് കൊഫോർജിൻ്റെ ഒരു ഇതിലേക്കാണ് വരുന്നത്. കൊഫോർജിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഓഹരിയിലേക്ക് വരികയാണെന്നെങ്കിൽ 2.5% മുകളിൽ ഇടിവിലേക്കാണ് കൊഫോർജ് ഓഹരികൾ ഇടിഞ്ഞിരിക്കുന്നത്. സോ കൊഫോർജിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? കൊഫോർജിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 4-5 ആഴ്ചക്കിടെ ഹൈ വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1820 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്ട്രാറ്റജി തൽക്കാലം പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തു. താങ്ക് യു അനിത. Opening hours with MyFin.